നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് മദ്യനിർമ്മാണശാല എന്ന് മലയാളിവൽക്കരിച്ച് പറയുന്നത് ഡിസ്റ്റിലറി കമ്പനി വരുന്നത്, അതെ, ബ്രൂവറി കമ്പനി പാലക്കാട് വരുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദം ശരിക്കും ഈ പറയുന്ന പോലെ സാറിന് ഈ ദേശത്തെക്കുറിച്ച്, ഈ പ്രദേശത്തെക്കുറിച്ച്, പിന്നെ കൊക്കക്കോള കമ്പനി വന്ന സമയത്ത് ഉണ്ടായ വിവാദങ്ങളിലും ഒക്കെ താങ്കൾ ഒരുപാട് ഇടപെട്ട ഒരു ആളാണ്. അപ്പോൾ മഴവെള്ളം സംഭരിച്ചാണ് അവരിതാ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേ സാർ, നമ്മളൊക്കെ ഈ കേരളത്തിൽ ജീവിക്കുന്നവരാണ്, നമ്മളോടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ഇവർക്കൊരു ചിന്തയുണ്ടോ? അല്ല, പ്രൊപ്പോസ്ഡ് കഞ്ചിക്കോടല്ല, യഥാർത്ഥത്തിൽ എലപ്പുള്ളിയിലാണ്. അതെ, കഞ്ചിക്കോട് എന്ന ആളുകൾ തെറ്റി പറയുന്നത്. കഞ്ചിക്കോട് ബ്ലോക്കാണ്. അതെ. എലപ്പുള്ളി പഞ്ചായത്തിൽ ഇങ്ങനൊരു പദ്ധതി വരുന്നുവെന്ന് തനിക്കറിയില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടുന്ന് തുടങ്ങുന്നു നമ്മുടെ പ്രശ്നം. അതെ. കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ഈ പാലക്കാട്. അതെ. കാരണം വളയർ ചുരമുള്ളതുകൊണ്ട് ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ്. അതെ. ഏറ്റവും മഴ കുറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ കുറച്ച് ഭൂഗർഭജലം തമിഴ്നാടിൻ്റെ ഭാഗമായി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു മുമ്പ്. ആ ഭൂഗർഭജലം കണക്കാക്കിയിട്ടാണ് 2000 കൊക്കക്കോള കമ്പനി അവിടെ വരുന്നത്. അവർ ഉപഗ്രഹ പഠനമൊക്കെ നടത്തി ഭൂഗർഭജലം ധാരാളം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടാണ് അവിടെ കൊക്കക്കോള വരുന്നത്. അതിൻ്റെ തുടർക്കഥ ഇപ്പോൾ ചരിത്രമാണ്. കൊക്കക്കോളയ്ക്കെതിരായ സമരം ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു സമരമാണ്. അവിടുത്തെ പ്രദേശത്തെ വെള്ളം നശിച്ചു, അവരുടെ വെള്ളം മലിനമായി, ഇതൊക്കെയായി. എന്തുകൊണ്ടാണ് ഈ ബ്രൂവറികളും ഈ സോഫ്റ്റ് ഡ്രിങ്കുകളും ഒക്കെ പാലക്കാട് ജില്ലയിൽ വരുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇന്നലെ ഒരു ചാനലിൽ CPMൻ്റെ ഔദ്യോഗികമായൊരു വക്താവ് പറഞ്ഞത് അവർക്ക് അവിടെയാണ് സ്ഥലം, അതുകൊണ്ട് ഞങ്ങൾ അവിടെ കൊടുക്കുന്നു. ഇത് ഒരാൾക്ക് എനിക്ക് 6 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ എനിക്ക് വെള്ളം കൊണ്ടൊരു വ്യവസായം തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഉടനെ അത് അനുവദിക്കുന്നതാണോ ഇവരുടെ നയം? 1999 സർക്കാർ ഉത്തരവ് പുതിയ ബ്രൂവറികളൊന്നും ഡിസ്റ്റിലറികളൊന്നും വേണ്ട എന്നാണ്. ആ ഉത്തരവ് ഇതുവരെ ഭേദഗതി ചെയ്തിട്ടില്ല. ആ ഉത്തരവ് ഇപ്പോഴും നിൽക്കുകയാണ്. അല്ല, അവർ നയമാണ് ഭേദഗതി, പക്ഷെ ഉത്തരവോടെ നിൽക്കുകയാണ്. പോളിസി മാറി. എപ്പോഴാണ് ഈ പോളിസി മാറ്റിയത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് രസം. 2023-24 പോളിസി മാറ്റിയത്. തീർച്ചയായിട്ടും ഇവർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞത് 2022 ഈ പ്രപ്പോസൽ കൊടുക്കുന്നത്. ഇന്നുപോലെ ഒരു പ്രപ്പോസൽ, എനിക്ക് പാലക്കാട് കുറച്ച് ഭൂമിയുണ്ടെന്ന് ഒരു കമ്പനി വന്ന് പറയുന്നു, ഞാൻ അവിടെ ഒരു മദ്യവ്യവസായം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. ഉടനെ തന്നെ 2023-24 ഒരു നയം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ചരിത്രമുണ്ട്. നമുക്ക് ഇതുമായിട്ട് ഓർമ്മയുള്ളത് നമ്മുടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കർത്താവ് അവിടെ ചെന്ന് CMRൽ ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് നയം മാറ്റുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുകയും പിന്നെ അതിൻ്റെ പേരിലുള്ള മാസപ്പടിയും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. അപ്പോൾ അതുമായിട്ട് ഒരു താരതമ്യം ഇതിനകത്തുണ്ട്. രണ്ടാമത്തെ വിഷയം, ഈ കമ്പനി മഹത്വമായ കമ്പനിയാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയാണ്. എക്സൈസ് മന്ത്രി പാലക്കാട്ടുകാരനാണ് എന്നുള്ളത് നമുക്ക് അവസാനം വരാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കമ്പനി ഗംഭീര കമ്പനി തന്നെയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, കുറേ സ്ഥലങ്ങളിൽ ഒരു കമ്പനിയുണ്ട്, അതിപ്പോൾ പലർക്കും പല കമ്പനിയുണ്ട്. അതാనికి ലോകത്തെല്ലാങ്കിലും കമ്പനി ഒയാസിസ് ഇൻഡസ്ട്രീസ്. ഈ ഒയാസിസ് ഇൻഡസ്ട്രീസ് ഇവർ ഇപ്പം നമ്മളറിയാം, അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും അടക്കം ജയിലിൽ കിടന്ന ഡൽഹി മദ്യ കുംഭകോണ കേസിൽ പ്രതികളാണ് ഈ കമ്പനി. ഇവരൊരു കുടുംബ കമ്പനിയാണ്. അപ്പോൾ അതിൽ ചേട്ടനും അനിയനും മാറിയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൽ ചേട്ടനും അനിയനും ഒക്കെ ജയിലിൽ കിടന്നതാണ്, കുറ്റവാളികളാണ്. ഇതേ കമ്പനി പഞ്ചാബിൽ ഫിറോസ്പൂർ ജില്ലയിൽ മൻസൂർവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കമ്പനി ആരംഭിക്കുകയും സമാനമായൊരു കമ്പനി ആരംഭിക്കുകയും അവിടെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും 4 കിലോമീറ്റർ ചുറ്റളവിൽ മണ്ണ് മോശമായി, വെള്ളം മോശമായി, ഭൂഗർഭജലം മോശമായി, കൃഷി നശിച്ചു. ഇത് വന്നു കഴിഞ്ഞപ്പോൾ വലിയ സമരം വന്നു. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുള്ള ആൾ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവിടെ സമരത്തിന് പോയി. കാരണം കൊക്കക്കോള സമരത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെയൊക്കെ വിളിക്കുന്നത്. അവിടെ ചെന്ന് ഇതിനെതിരെ സമരം ചെയ്യുകയും 6 മാസം സമരം ചെയ്തതിന് ശേഷം ആ കമ്പനി പൂട്ടുകയും പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കമൻ്റാണ് ഇതിൽ ഏറ്റവും രസം. മണ്ണും വെള്ളവും നശിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങളുടെ സംസ്ഥാനത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞത് പൂട്ടിക്കുകയാണ്. ആ കമ്പനിയാണ് ഇവിടെ വരുന്നത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, ഇനി ഇവർക്ക് അങ്ങനെ കമ്പനി വേണമെന്നുണ്ട്, ഇതിൽ അഴിമതി ഉണ്ടെന്ന് പറയാനുള്ള ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നയം മാറ്റം മാത്രമല്ല. ഇവർക്ക് അങ്ങനെ ഇപ്പോൾ എത്തനോൾ ഇവിടെ ഉണ്ടാക്കണം, കേരളത്തിലില്ല എന്നാണ് വാദമെങ്കിൽ ഇവരുടെ കയ്യിലൊരു മില്ല് അവിടെയുണ്ട്, ചിറ്റൂർ ഷുഗർ മിൽ. ചിറ്റൂർ ഷുഗർ മിൽ സർക്കാർ ഏറ്റെടുത്തു. ചിറ്റൂർ ഷുഗർ മില്ലിൽ യന്ത്രസാമഗ്രികളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ചിറ്റൂർ ഷുഗർ മില്ല് ഒന്ന് വികസിപ്പിച്ച് ഇവർക്കൊരു സമിതി ഉണ്ടാകാത്തത്? ചിറ്റൂർ ഷുഗർ മിൽ വികസിപ്പിച്ചാൽ ഇതേ സംഗതി ഉണ്ടാക്കാനോ? സർക്കാരിൻ്റെ കമ്പനിയാണ്. അവിടെ ചെയ്താൽ
അവിടെ ചെയ്യാത്തതിന് കാരണം അവർക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചിറ്റൂർ ഷുഗർ മില്ലിന് വെള്ളം കൊടുക്കാൻ കഴിയാത്ത സർക്കാർ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഒയാസിസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ കമ്പനി വളരെ നല്ല കമ്പനിയാണെന്ന് പറയുമ്പോഴും ഈ കമ്പനിക്ക് ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സർക്കാർ കമ്പനിക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം പാലക്കാട് ജില്ലയുടെ പ്രത്യേകമായ പരിസ്ഥിതി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മഴ നിഴൽ പ്രദേശം. ഇവർ പറയുന്നത് മഴവെള്ളം ശേഖരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മഴ കുറവുള്ള സ്ഥലമാണ് പാലക്കാട് ജില്ല. കൊക്കോകോള കമ്പനിക്ക് വെള്ളം കൊടുക്കുന്നതുമായി നടത്തിയ പഠനത്തിൽ അവിടെ പെയ്യുന്ന മഴ തന്നെ കുറവാണ്. ആ മഴയുടെ കേരളത്തിൽ 3000 മില്ലിമീറ്റർ മഴ കിട്ടുമ്പോൾ 2000-ത്തിനടുത്താണ് പാലക്കാട് മഴ ശരാശരി. കുറവാണ്, വളരെ കുറവാണ്. അത് ഇനി നമ്മളൊരു കാര്യം കൂടി ആലോചിക്കണം, കാലാവസ്ഥാ മാറ്റം വന്നുകൊണ്ടിരിക്കുക, മഴ കുറയാനാണ് സാധ്യത, ചൂട് കൂടാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ അവിടെ മഴ കുറയുകയും എവിടെ നിന്നാണ് ഇവർ മഴവെള്ളം ശേഖരിക്കുന്നത് എന്നുള്ളത് പറയണം. ഞാൻ കണക്കാക്കിയിട്ട് ഒരു ബ്ലോക്കിലെ മുഴുവൻ മഴവെള്ളവും ഒരു തുള്ളി നിലത്ത് വിടാതെ ശേഖരിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ കമ്പനിക്ക് വേണ്ട വെള്ളം കൊടുക്കാൻ പറ്റില്ല. പിന്നെ എവിടെ നിന്ന് അവർ വെള്ളം കൊടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു മലമ്പുഴ ഡാമിൽ നിന്ന് കൊടുക്കുന്നത് അതിഭീകരമായ കൊള്ളയാണത്. കാരണം പാലക്കാട് നഗരമടക്കം പ്രദേശങ്ങളിലെ മുഴുവൻ കുടിവെള്ളവും മലമ്പുഴ ഡാമിൽ നിന്നാണ്. രണ്ടാമത് കർഷകർ ഒരുപാട് പേർ മലമ്പുഴ ഡാമിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്, കണ്ണാടി അതുപോലുള്ള പ്രദേശങ്ങളിൽ. അവർക്ക് വെള്ളം കിട്ടില്ല. ഇതെന്താ സംഭവിക്കുക? ഈ കരാർ ഒപ്പിട്ട് വാട്ടർ അതോറിറ്റി ഒപ്പിട്ട് ഇവർ പ്രവർത്തനം ആരംഭിച്ചാൽ ഇവരിൽ നിന്ന് വലിയ തുക കിട്ടും. കാരണം ഇവർക്ക് ഇൻഡസ്ട്രിയൽ റേറ്റിലാണ് കൊടുക്കുക. ഇപ്പം നമുക്ക് 1 ലിറ്ററിന് അല്ലെങ്കിൽ 1000 ലിറ്ററിന് 30 പൈസയോ 40 പൈസയോ ആണെങ്കിൽ അവർക്ക് അത് 4 രൂപ കിട്ടും. അപ്പോൾ വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്ന നല്ല ലാഭം വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കുന്നത് അത് ന്യായമാണ്, സ്വാഭാവികമാണ്. അപ്പോൾ ഇവർക്ക് വെള്ളം കൊടുത്തിട്ട് ബാക്കി വെള്ളം ഉണ്ടെങ്കിലേ കൊടുക്കൂ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ ഈ എലപ്പുള്ളി അടക്കമുള്ള പഞ്ചായത്തിൽ, എലപ്പുള്ളിയിലായാലും പുതുശ്ശേരിയിലായാലും പട്ടാഞ്ചേരിയിലായാലും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളും ആ പ്രദേശത്തെ അവിടെ അറിയാം ഒരു സമരം നടന്നിട്ടുണ്ട്, RBC കനാൽ സമരം. 12000 പേർ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. വോട്ടിംഗ് ബഹിഷ്കരിച്ച ഒരു സമരം നടന്നിട്ടുണ്ട് ഈ പ്രദേശത്ത് തന്നെയാണ്. അത്രയും ശക്തമായൊരു ജലപ്രശ്നം നിൽക്കുന്ന സ്ഥലത്ത് വാട്ടർ അതോറിറ്റി ഇവർക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഭൂഗർഭജലം എടുക്കില്ല എന്നുള്ളത് MP രാജേഷിൻ്റെ ഔദാര്യമല്ല, കാരണം അവിടെ എടുക്കാനില്ല. ഈ എലപ്പള്ളി പഞ്ചായത്തിൽ 400 കുഴൽക്കിണർ എത്തിയതിൽ 100-ൽ കൂടുതൽ ഇപ്പം തന്നെ ഉപയോഗശൂന്യമായി. അവിടെ 300-ലെ വെള്ളമുള്ളൂ കുറച്ചെങ്കിലും, ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് ആ പ്രദേശത്തെ സ്വാഭാവികമായി നശിപ്പിക്കുന്നതാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ കാർഷിക വിഭവങ്ങൾക്ക് വില കൂടും, കാർഷിക വിഭവങ്ങൾക്ക് വില കൂടും എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവരെ വേറൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറി തിരുവല്ലുവാമലി, ഇതിൻ്റെ പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ബോർഡറിൽ, തൃശ്ശൂർ ജില്ലയിൽ. ആ ഡിസ്റ്റിലറിക്ക് എന്തായി? മരച്ചീനിയിൽ നിന്ന് ഉണ്ടാക്കുന്ന. ഇനി കേരളത്തിൻ്റെ ബ്രാൻഡി ഉണ്ടാക്കും എന്ന് അവകാശപ്പെട്ടത് അവിടെ ഈ മലബാർ ഡിസ്ട്രിക്റ്റിൽ. MP രാജേഷ് 2 തവണയോ 3 തവണയായിട്ട് പാലക്കാട് MP ആയിരുന്ന ആളാണ്. 2 തവണയായിരുന്നു. 10 കൊല്ലം MP ആയിരുന്ന ഒരു മനുഷ്യന് പാലക്കാട് ജില്ലയിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്ന് ചിറ്റൂർ ഷുഗർ മില്ല് പ്രവർത്തിപ്പിക്കുന്നതായിരുന്നു. ഇതുവരെ അത് ചെയ്തില്ല. അല്ലെങ്കിൽ മന്ത്രിയായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ സ്പീക്കറായിട്ട് ചെയ്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചിറ്റൂർ ഷുഗർ മില്ല് പ്രവർത്തിക്കാത്തത് വെള്ളം കൊടുക്കാത്തത് കൊണ്ടാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ വെള്ളമില്ല എന്നത് ഒരു സത്യമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഒരു കാരണവശാലും അവിടെ ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധമായി പറയാൻ കഴിയും. കാരണം എലപ്പുള്ളിയിൽ ഇപ്പോൾ തന്നെ കുടിവെള്ളത്തിന് വലിയ കുടങ്ങളുമായിട്ട് ആളുകൾ ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥലമാണ് എലപ്പുള്ളി സ്ത്രീകൾ. അവിടെ ഇത് വരും എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ എതിർപ്പ് വന്നിട്ട് അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. അല്ല, കാരണം കുടിവെള്ളത്തിന് കക്ഷി രാഷ്ട്രീയമില്ല. ഇപ്പോൾ പ്ലാച്ചിമട സമരത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2002 മുതൽ ആ തുടങ്ങിയ കാലത്ത് മുതൽ സമരത്തിനോടൊപ്പം നിൽക്കുന്ന ആളാണ്. ഒരു ഘട്ടത്തിൽ DYFI, അന്ന് MP രാജേഷ് DYFIയുടെ സംസ്ഥാന നേതാവ്. MP രാജേഷ് ആദ്യം എന്ന് പറഞ്ഞത് നമുക്ക് വെള്ളം അളന്നു കൊടുക്കാമെന്ന്, കൊക്കോകോളയുടെ ഇന്ന് വെള്ളത്തിന് കാശ് വാങ്ങണമെന്ന്. നമ്മളതിനെ എതിർത്തു, അവിടുത്തെ ആദിവാസികളെ എതിർത്തു. അത് പറ്റില്ല, കൊക്കോകോള വെള്ളം എടുക്കണ്ട എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. കൊക്കോകോളയ്ക്ക് വെള്ളം കൊടുത്ത ഒരാൾ ഇപ്പോൾ ഈ സംസ്ഥാനത്തിൽ മന്ത്രിയുണ്ട്, ഞാൻ പേര് പറയുന്നു, ചിറ്റൂർ പ്രദേശത്ത് വെള്ളം കൊടുത്ത ആൾ, കൊക്കോകോളയെ സംരക്ഷിക്കാൻ. പക്ഷേ ഇവർ അവസാനം വന്നപ്പോൾ ഇവരെല്ലാവരും കൊക്കോകോള സമരത്തിൻ്റെ നായകരായി. ഒരു കുഴപ്പമില്ല, MP രാജേഷ് നായകനായി, ഈ മന്ത്രി നായകനായി, അവരുടെ പാർട്ടി നായകരായി ഒക്കെയായി. അപ്പോൾ ഇത് സംഭവിക്കാൻ പോണത് കൊക്കോകോള പോലെ വന്നതിന് ശേഷം എതിർക്കാനല്ല ജനങ്ങൾ തീരുമാനിക്കുന്നത്, ഇത് വരാതിരിക്കാൻ തന്നെയാണ്.
സാർ അന്ന് VS ഇതിന് VS മാത്രമാണ് അതിന് എതിരായി കൊക്കോകോള അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ട് പറഞ്ഞത്. തമാശ, പിണറായി വിജയൻ്റെ ഇതുവരെയുള്ള ഒരു കേരള പര്യടനത്തിലും ഈ പ്ലാച്ചിമടയോ ചിറ്റൂർ മണ്ഡലത്തിലോ വരാറില്ല. അദ്ദേഹത്തിന് നമുക്കറിയാം ഈ വിക്കിലീക്സിൻ്റെ പേപ്പർ ലീക്ക് വന്നു മുമ്പ്. അതിൽ CIAയുടെ പ്രതിനിധികൾ AKG സെൻറ്ററിൽ വന്ന്, CIAയും കൊക്കോകോളയും പ്രതിനിധികൾ AKG സെൻറ്ററിൽ വന്ന് സംസാരിച്ചു പിണറായി വിജയനുമായിട്ട് എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അത് നിഷേധിച്ചിട്ടില്ല, ഇതുവരെ നിഷേധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നിൽ ഇതിന് വലിയൊരു ലോബിയുണ്ട്. ആ ലോബിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ആ ലോബിയുടെ കളിക്ക് പാലക്കാട് ജനങ്ങളുടെ ജീവിതം, കൃഷി വിട്ടുകൊടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് സാർ ഈ പറയുന്ന പോലെ കൊക്കോകോളയിൽ ശരിക്കും അത് കമ്പനി വന്ന ശേഷമാണ് സമരമെങ്കിൽ ഇത് വരാതെ ഉള്ള ഒരു ജനപ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകും എന്ന് തന്നെയാണ് താങ്കൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവിടെ കൊണ്ടുവരാൻ പറ്റില്ല.